Distribution of atoms in atomic plane. Distribution of atoms in atomic plane. Simple cubic crystal. സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റലിൻ്റെ 0 1 0 എന്ന് പറയുന്ന പ്ലെയിനിലുള്ള ആറ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് 0 1 0 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള നമ്മളുടെ പ്ലെയിനിൻ്റെ കേസിൽ 4 ആറ്റംസ് അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ 4ലും ഒരു 1/4 കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ 1/4 × 4 ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആറ്റമാണ് കോൺട്രിബ്യൂഷൻ. ലാറ്റിസ് പാരാമീറ്റർ A = 2r ആണെന്നുള്ളത് നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 1 മില്ലിമീറ്റർ ഏരിയയിൽ എത്ര ആറ്റംസ് ഉണ്ട്? 1/a² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/4r² ആറ്റംസ്. അതാണ് നമ്മളുടെ 0 1 0 എന്ന് പറയുന്ന പ്ലെയിനിലെ ആറ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് 1 1 0 എന്ന് പറയുന്ന പ്ലെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ പ്ലെയിനിലുള്ള ആറ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 4 കോർണറിലും ആറ്റംസ് പ്രസൻ്റ് ആണ്. അതിൻ്റെ 2 സൈഡ് റെക്റ്റാങ്കിൾ ഫോമിലാണ് നമ്മളുടെ പ്ലെയിൻ കിടക്കുന്നത്. അവിടെ A എന്ന് പറയുന്ന ഡിസ്റ്റൻസും മറ്റേത് A√ഉം കാണാൻ പറ്റും. A√2 നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ആ റിസൾട്ടൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് √(a² + a² ആണ്. ദാറ്റ് ഈസ് √2a കിട്ടും. അങ്ങനെയാണ് മേലുള്ള ലെങ്ത്ത് A√2 കിട്ടുന്നതും ബ്രെഡ്ത്ത് A വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 2r. ഇവിടെ ഏരിയ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ആറ്റം 1 തന്നെയാണ്. കാരണം 4 എൻഡിലും 1/4 കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ 1/√2a², വിച്ച് ഈസ് ഈക്വൽ ടു 1/√2 × 1/4r². ഇതാണ് ഇവിടെ ഏരിയ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ കേസിൽ. അടുത്തത് 111 പ്ലെയിൻ, 111 പ്ലെയിൻ. ഇങ്ങനെയുള്ള പ്ലെയിനിൽ നമുക്ക് ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിന് ഈക്വലൻ്റ് ആണ്. 3 എൻഡിലും 60 ഡിഗ്രിയാണ്. സോ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി, അതായത് ഹാഫ് ആറ്റം മാത്രമാണ് ഇവിടെ കോൺട്രിബ്യൂഷൻ. ഇവിടെ ഓരോ സൈഡ് എന്ന് പറയുന്നത് A√2 ആണ്. ഓരോ സൈഡ് എന്ന് പറയുന്നത് A√2 ആണ്. ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/2a ആയിരിക്കും. അത് വളരെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഏരിയ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് ആറ്റമാണ്. സോ ഹാഫ് ഡിവൈഡഡ് ബൈ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ √3/4 സൈഡിൻ്റെ സ്ക്വയർ ആണ്. സൈഡ് എന്ന് പറയുന്നത് A√2 ആണ്. സോ 1/2 ഡിവൈഡഡ് ബൈ √3/4 A√2², which is equal to half divided by √3/4 × 2a² വരും. നമുക്കതിൽ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഡിവൈഡഡ് ബൈ √3/2a² കിട്ടും. 2 ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ √3a², വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1/√3 × 1/4r². ഇതാണ് നമ്മളുടെ 111 എന്ന് പറയുന്ന പ്ലെയിനിൽ ഉണ്ടാവുന്ന ഏരിയ പെർ മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ ഫോർ ലാറ്റിസ് കോൺസ്റ്റൻറ്റ്. ലാറ്റിസ് കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലാറ്റിസ് പാരാമീറ്റർ എയും ഡെൻസിറ്റി റോയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് A³ = ma × n ഡിവൈഡഡ് ബൈ na റോ. അതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ A = ma n ഡിവൈഡഡ് ബൈ na റോ ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടും. ഇവിടെ ma എന്ന് പറയുന്നത് ആറ്റോമിക് വെയ്റ്റ് ആണ് ഓഫ് ദി മെറ്റീരിയൽ. Na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറാണ്. സ്മോൾ n എന്ന് പറയുന്നത് ആറ്റംസ് ഇൻ യൂണിറ്റ് സെല്ലാണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ. ഇതാണ് നമ്മളുടെ ലാറ്റിസ് കോൺസ്റ്റൻറ്റ് അഥവാ ലാറ്റിസ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് A = ma n ഡിവൈഡഡ് ബൈ na റോ ഹോൾ റേസ് ടു 1/3. ക്രിസ്റ്റൽ സിമെട്രി. A symmetry operation is that which transforms the crystal to itself. That is, a crystal remains invariant. ഒരു ക്രിസ്റ്റലിൻ്റെ സിമെട്രിക് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ ഇൻവേരിയൻ്റ് ആയിരിക്കും, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മളുടെ ഫസ്റ്റ് കേസ് പോലെ തന്നെ ഓർ ഇനീഷ്യൽ പോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ടൈപ്സ് ഓഫ് സിമെട്രിക് ഓപ്പറേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെട്രിക് ഓപ്പറേഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ട്രാൻസ്ലേഷണൽ, സെക്കൻഡ് വൺ ഇൻവേർഷൻ ഓർ സെൻറ്റർ ഓഫ് സിമെട്രി, third one reflection or axis of symmetry, fourth one rotation or plane of symmetry.
അതിൽ ലാസ്റ്റത്തെ 3 ഇൻവേർഷൻ, റിഫ്ലക്ഷൻ, റൊട്ടേഷൻ. ഇത് 3 പേര് നമ്മൾ പോയിന്റ് ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. സോ എന്താണ് ഈ പോയിന്റ് ഓപ്പറേഷൻസ്? അതായത് ഇൻവേർഷൻ, റിഫ്ലക്ഷൻ, റൊട്ടേഷൻ. ഈ സെൻറ്റർ ഓഫ് സിമെട്രി, ആക്സിസ് ഓഫ് സിമെട്രി ആൻഡ് പ്ലെയിൻ ഓഫ് സിമെട്രിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോ ഓഫ് ക്രിസ്റ്റൽ സിമെട്രി. Every crystal shows various type of symmetry. All crystals of the same substance possess the same elements of symmetry. ഓർത്ത് വെക്കേണ്ട 2 points ആണ്. When a crystal is rotated about its axis, it shows the same appearance. It is known as crystal symmetry. Various types of symmetry in a crystal is known as elements of symmetry. There are 3 possible types of symmetry, that is point operations in crystal. In that first one we are going to focus is center of symmetry. Center of symmetry അല്ലെങ്കിൽ ഇൻവേർഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ഒരു ഇമാജിനറി പോയിന്റ് കൺസിഡർ ചെയ്യാം. അതിലെങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പുറത്തെ എൻഡിൽ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ ഫേസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതായത് R എന്ന് പറഞ്ഞൊരു വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് -R എന്ന് പറയുന്നൊരു വെക്ടർ എക്സിസ്റ്റ് ചെയ്യും. രണ്ടാമത്തത് പ്ലെയിൻ ഓഫ് സിമെട്രി. ഇവിടെ നമ്മളൊരു ഇമാജിനറി പ്ലെയിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഇമാജിനറി പ്ലെയിൻ നമ്മളുടെ ക്രിസ്റ്റലിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഐഡൻറ്റിക്കൽ മിറർ ഇമേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. 6 ഡയഗണൽ പ്ലെയിൻ സിമെട്രിയും 3 സ്ട്രെയിറ്റ് പ്ലെയിൻ സിമെട്രിയാണ് നമുക്ക് ഉള്ളത്. ടോട്ടൽ 9 സിമെട്രീസ് ആണുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡായി നോക്കാം. പ്ലെയിൻ സിമെട്രി എന്ന് പറയുന്നത് 3 ടൈപ്പ്. ഇങ്ങനെ 3 പ്ലെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റലിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഡയഗണൽ സിമെട്രി, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള 6 ഡയഗണൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്റ്റലിനെ ഐഡൻറ്റിക്കൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തത് ആക്സിസ് ഓഫ് സിമെട്രി അല്ലെങ്കിൽ റൊട്ടേഷൻ ഓപ്പറേഷൻ. നമ്മളൊരു ക്രിസ്റ്റലിനെ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രിസ്റ്റൽ ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല, നമ്മളുടെ ഇനീഷ്യൽ പോലെ തന്നെ തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് സിമെട്രി അല്ലെങ്കിൽ റൊട്ടേഷണൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റലിൻ്റെ കംപ്ലീറ്റ് റൊട്ടേഷൻ്റെ സമയത്ത് n ടൈംസ് സെയിം അപ്പിയറൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ n ഫോൾഡ് സിമെട്രി എന്ന് വിളിക്കും. ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ n ടൈംസ് സെയിം അപ്പിയറൻസ് ഉണ്ടാവുകയാണെങ്കിൽ n ഫോൾഡ് സിമെട്രി എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. തീറ്റ 60 ഡിഗ്രി ആണെങ്കിൽ 360/60 6 ഫോൾഡ് ആയിരിക്കും. 90 ആണെങ്കിൽ 4 ഫോൾഡ്, 120 ആണെങ്കിൽ 3 ഫോൾഡ്, 180 ആണെങ്കിൽ 360/180 ദാറ്റ് ഈസ് 2 ഫോൾഡ്. സോ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഫോൾഡ് ആണ് എന്ന് പറയാൻ പറ്റും. സോ 60 ഡിഗ്രി ആണെങ്കിൽ 6 ഫോൾഡ് ആക്സിസ് ആയിരിക്കും, 90 ഡിഗ്രി ആണെങ്കിൽ 4 ഫോൾഡ് ആക്സിസ്, 120 ഡിഗ്രി ആണെങ്കിൽ റൊട്ടേഷൻ 3 ഫോൾഡ് ആക്സിസ്, അതേപോലെ 180 ഡിഗ്രീൻ്റെ റൊട്ടേഷൻ ആണെങ്കിൽ 2 ഫോൾഡ് ആക്സിസ് ആണ്. സോ ഇവിടെ റൊട്ടേഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്തതിനെ കൊണ്ടാണ് ഇതിനെ ആക്സിസ് ഓഫ് സിമെട്രീനെ റൊട്ടേഷൻ ഓപ്പറേഷൻ എന്നും പറയപ്പെടുന്നത്. ഇൻ കേസ് ഓഫ് ക്യൂബ്, നമ്മളുടെ സിമെട്രി ഓഫ് ആക്സിസ് ബേസ് ചെയ്തിട്ട് ക്യൂബിൻ്റെ കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് പോസിബിൾ വേസിൽ ക്യൂബിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്യൂബിനെ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ 4 ഫോൾഡ് ആണ്. 3 ഡിഫറെൻറ്റ് വേയിൽ നമുക്കങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ടെട്രാഡ് ആക്സിസ് എന്ന് പറയും. 120 ഡിഗ്രി റൊട്ടേഷൻ ആണെങ്കിൽ 3 ഫോൾഡ്, 4 ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും, ട്രയാഡ് ആക്സിസ്. 180 ഡിഗ്രി റൊട്ടേഷൻ ആണെങ്കിൽ 2 ഫോൾഡ്, ഡയാഡ് ആക്സിസ് എന്ന് വിളിക്കും. 6 ഡിഫറെൻറ്റ് വേയിൽ നമുക്കൊരു ക്യൂബിനെ അതേപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ റൊട്ടേഷണൽ ഓപ്പറേഷനിൽ മാത്രം നമുക്ക് 13 ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ഒരു ക്യൂബിൻ്റെ കേസിൽ പോസിബിളാണ്. സിമെട്രി ഓഫ് ക്യൂബിക് ക്രിസ്റ്റൽ. ഒരു ക്യൂബിക് ക്രിസ്റ്റൽ 23 സിമെട്രീസ് ആണ് പൊസസ് ചെയ്യുന്നത്. ഇൻവേർഷൻ കാരണം 1, റിഫ്ലക്ഷൻ കാരണം 3+6 ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് പ്ലെയിനും ഡയഗണൽ പ്ലെയിനും, അതേപോലെ റൊട്ടേഷൻ കാരണം ടെട്രാഡ് 3, ട്രയാഡ് 4, ഡയാഡ് 6, മൊത്തം 23 സിമെട്രിക് ഓപ്പറേഷൻസ് ആണ് നമ്മളുടെ ക്യൂബിക് ക്രിസ്റ്റൽ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇൻവേർഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ആക്സിസ് ബേസ് ചെയ്തിട്ട് 1, റിഫ്ലക്ഷൻ അഥവാ ആക്സിസ് ഓഫ് സിമെട്രി ബേസ് ചെയ്തിട്ട് 9 എണ്ണം, ലാസ്റ്റ് വൺ പ്ലെയിൻ ഓഫ് സിമെട്രി അഥവാ റൊട്ടേഷൻ ബേസ് ചെയ്തിട്ട് 13 എണ്ണം. ടോട്ടൽ 23 സിമെട്രിക് ഓപ്പറേഷൻസ് ആണ് നമ്മളുടെ ക്യൂബിക് ക്രിസ്റ്റൽസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷണൽ സിമെട്രി. ഒരു ക്രിസ്റ്റൽ 2 തരം ട്രാൻസ്ലേഷണൽ സിമെട്രിയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഗ്ലൈഡ് പ്ലെയിനുമുണ്ട്, സ്ക്രൂ ആക്സിസും ഉണ്ട്.
രണ്ട് തരം ട്രാൻസ്ലേഷണൽ സിമെട്രിയാണ് ക്രിസ്റ്റൽ പോലുള്ള 3 ഡയമെൻഷണൽ മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ട്രാൻസ്ലേഷണൽ സിമെട്രീസ്. ഫസ്റ്റ് വൺ, ഗ്ലൈഡ് പ്ലെയിൻ. When a mirror plane is combined with a simultaneous translational operation in a crystal, we get a glide plane. നമ്മൾ മിറർ ഇമേജ് ആയിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം ട്രാൻസ്ലേഷണൽ ഓപ്പറേഷനും കൂടി ചെയ്യുകയാണെങ്കിൽ ഗ്ലൈഡ് പ്ലെയിൻ സിമെട്രി എന്ന് പറയും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലൈഡ് പ്ലെയിൻ സിമെട്രീസ്. 5 തരം ഗ്ലൈഡ് പ്ലെയിൻ സിമെട്രീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 3 എണ്ണം ആക്സിയൽ ഗ്ലൈഡാണ്. അതിൽ നമ്മൾ ഒന്നെങ്കിൽ XY പ്ലെയിൻ, അല്ലെങ്കിൽ YZ പ്ലെയിൻ, അല്ലെങ്കിൽ ZX പ്ലെയിൻ, ഏതെങ്കിലും ഒരു പ്ലെയിൻ എടുക്കും. അതിൽ നമ്മൾ മിറർ ഇമേജ് കണ്ടതിന് ശേഷം ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ നടത്തും ബൈ എ ഡിസ്റ്റൻസ് ഓഫ് a/2. അങ്ങനെ 3 പ്ലെയിനിൽ നമുക്കിതുപോലെ പോസിബിളാണ്. ഇനി അല്ലാതെ ഡയഗണലായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഗ്ലൈഡ് പ്ലെയിൻ സിമെട്രി പോസിബിളാണ്. അതിലും നമുക്ക് 3 രീതിയിലായിട്ട് ചെയ്യാൻ പറ്റും. a/2 + b/2 എന്ന് പറയുന്ന ഫോമിലെ ഡിസ്റ്റൻസിൽ. അതുപോലെ മറ്റ് 2 കേസസും പോസിബിളാണ്. ലാസ്റ്റ് വണ്ണാണ് ഡയമണ്ട് ഗ്ലൈഡ്. ഡയമണ്ടിൻ്റെ കേസിൽ മാത്രം 1/4 ഓഫ് ഡിസ്റ്റൻസിലാണ് ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ കാണപ്പെടുന്നത്. ഇവിടെയും ഡയഗണൽ വൈസ് ആയിട്ടാണ് നമ്മൾ സിമെട്രിക് ആയിട്ട് ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിനുശേഷം 1/4 ഓഫ് എ ഡിസ്റ്റൻസിലാണ് ഇവിടെ ട്രാൻസ്ലേഷണൽ ഓപ്പറേഷൻ നടക്കുന്നത്. സെക്കൻഡ് വൺ, സ്ക്രൂ ആക്സിസ് സിമെട്രി. A rotation axis coupled with the translation parallel to the rotation axis will give rise to a new symmetric element called screw axis symmetry. Screw axis symmetry എന്ന് പറയുന്നത് റൊട്ടേഷനും അതേപോലെ തന്നെ ട്രാൻസ്ലേഷണൽ മോഷനും ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രത്യേക തരം സിമെട്രിക് പാറ്റേൺ ആണ് സ്ക്രൂ ആക്സിസ് സിമെട്രി എന്ന് പറയുന്നത്. This is performed by rotation of 2π/n and translation of m/n times in the translational vector parallel to the rotation axis. 2π/n എന്ന് പറയുന്ന ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം m/n ടൈംസ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യാറുണ്ട്. ഇവിടെ ട്രാൻസ്ലേഷണൽ വെക്ടർ റൊട്ടേഷൻ ആക്സിസിന് പാരലൽ ആയിരിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കണം.